അയ്യപ്പേട്ട, ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ എ ജയതിലകൻ, അദ്ദേഹം ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിട്ട് സ്ഥലം, അതായത് അദ്ദേഹത്തിന് പ്രമോഷൻ ആയല്ലോ, മുഖ്യമന്ത്രിയുടെ സ്വന്തമായല്ലോ. അപ്പോൾ ഇപ്പോൾ ധനവകുപ്പിൽ ഒരു എന്താ പറയുക, നാഥനില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അത് ഏറ്റെടുക്കാനായിട്ട് ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കാനായിട്ട് ആർക്കും ഒരു താല്പര്യവുമില്ല. സാധാരണ ഇത്തരം പോസ്റ്റുകളൊക്കെ വരുമ്പോൾ എനിക്ക് വേണം എന്നുള്ള ഒരു മട്ടിലുള്ള മത്സരം ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് വളരെ തലവേദന പിടിച്ച ഒരു പരിപാടിയാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥനും ആ ഒരു റാങ്കിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥനും ഇത് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് വിവരം. എന്താണ് ധനകാര്യ വകുപ്പ് ഇനി എന്താ പറയുക, നാഥനില്ല കളരിയായി മാറുകയാണ്. പ്രജിത, ഇതിലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരൻ പോയി കഴിയുമ്പോൾ അടുത്തതായി വന്നത് എ ജയതിലക് എന്ന IAS ആണ്. അപ്പോൾ കാലാകാലങ്ങളിൽ നമ്മളൊന്ന് ചെറിയൊരു ചുരുക്കം പറയണം. കാലാകാലങ്ങളിൽ ഒരു മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും അഭിമതനായ ഒരു ആളിനെ ആയിരിക്കും ചീഫ് സെക്രട്ടറി ആയി കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്കിഷ്ടപ്പെട്ട, അവർ പറയുന്നത് കേൾക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷമാണെങ്കിൽ ഒരു ഇടതുപക്ഷ ചായ്വെങ്കിലും മനസ്സിലുള്ള ഒരാളിനെ അവർ ചീഫ് സെക്രട്ടറി ആക്കുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ 2 തുടർഭരണങ്ങൾ വന്നതിൻ്റെ ഫലമായി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന ഛായ നഷ്ടപ്പെട്ട പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ചില നീക്കുപോക്കുകൾക്ക് സൈഡിൽ നിൽക്കുന്ന ഒരു ആളിനെയാണ് അവർക്ക് ചീഫ് സെക്രട്ടറി ആയിട്ട് ആവശ്യം വേണ്ടത്. അപ്പോൾ ശാരദാ മുരളീധരൻ ഇറങ്ങുമ്പോൾ ഉണ്ടായ വിവാദം വൻ വിവാദമായിരുന്നു. കറുപ്പിൻ്റെ പ്രശ്നവും, വേണു IASൻ്റെ ഭാര്യയാണ്, ഭർത്താവ് പോയി കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് കൊടുക്കുന്നു, അങ്ങനെ പലതുകൊണ്ടും ശാരദാ മുരളീധരൻ വിഷമത്തോടെയാണെങ്കിൽ അല്ലെങ്കിലും ശാരദാ മുരളീധരൻ ഇറങ്ങുന്നു. ഇപ്പോൾ ഈ പറയുന്ന ജയതിലക് ധനകാര്യ വകുപ്പിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നു. പ്രജിത, ഈ നമ്മുടെ സംസാരത്തിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ധനകാര്യ വകുപ്പിന് ഇപ്പോൾ നിലവിൽ ആരും തന്നെ ഇല്ല. ജയതിലകിനെ എന്തുകൊണ്ടാണ് അവർ ചീഫ് സെക്രട്ടറി ആക്കിയെന്ന് വെച്ചാൽ, ഭരണത്തിലിരിക്കുന്ന മന്ത്രിസഭയ്ക്ക് ഒരു കൈത്താങ്. കാര്യം, മന്ത്രിമാർക്ക് എല്ലാ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളും അറിയാതിരിക്കുമ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസിൽ നിന്ന് ആളെ വയ്ക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ ഇവർക്ക് പല കാര്യങ്ങളിലും ഒന്നുകിൽ ഇവരെ കുഴി കൊണ്ട് ചാടിച്ച് ഇട്ടും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കുഴി കൊണ്ട് ചാടിക്കാതെ രക്ഷപ്പെടുത്തിയവരും ഇതിനകത്തുണ്ടാവും. അത്തരത്തിൽ ഉള്ള ആൾക്കാരിൽ അവർക്ക് ഇഷ്ടപ്പെട്ട, അവരുടെ ഗുഡ് ബുക്കിലുള്ള ഒരാളാണ് ജയതിലകൻ. അപ്പോൾ ജയതിലകൻ ആകുന്നതിന് മുമ്പ് തന്നെ ആരാകും അടുത്ത ചീഫ് സെക്രട്ടറി എന്ന് IAS തലപ്പത്തെ ഈ തർക്കങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതാണ്. വളരെ വലിയ തർക്കങ്ങളും വിതർക്കങ്ങളും, അവരുടെ സീനിയോറിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്കിപ്പോൾ വൻ ഗ്രൂപ്പ് പോലും ഇതിനകത്തുണ്ട്. പ്രശാന്ത് IAS പുറത്തായി കഴിഞ്ഞപ്പോൾ അശോക് എന്ന IASും ഈ പ്രശാന്തും ഒരു ഗ്രൂപ്പും, പ്രശാന്ത് എന്തിനിങ്ങനെ വലിയ ഈ പറയുന്ന രീതിയിൽ വിളംബരം ചെയ്തു എന്ന് ശാരദാ മുരളീധരൻ ഇറങ്ങിയ ശേഷം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഫിനാൻസിൽ നിന്ന് ഈ പറഞ്ഞ വിദ്വാൻ അവിടെ ചീഫ് സെക്രട്ടറി ആയി വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അവിടെ ഇപ്പോൾ നാഥനില്ല കളരി, ആരും ഇല്ല, ആരും വരുന്നില്ല എന്ന് പറയും. അതെ, എന്തുകൊണ്ട് ആരും വരുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ നമുക്കൊരല്പം ഫീഡ്ബാക്ക് പറയേണ്ടി വരും. KM എബ്രഹാം എന്ന കിഫ്ബിയുടെ ഇപ്പോഴത്തെ ജോമൻ പുത്തമ്പുരയ്ക്കലിൻ്റെ കേസിനെ ആസ്പദമായി ഹൈക്കോടതി CBI അന്വേഷണം പ്രഖ്യാപിച്ച ഈ പ്രസ്തുത വിദ്വാൻ, ഈ പറയുന്ന KM എബ്രഹാം ധനകാര്യ വകുപ്പിൽ ഇരുന്നതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ് ഭരണകാലത്തും ശേഷം വന്ന ഇടതുപക്ഷ ഭരണകാലത്തും ഒരുപാട് സഹായം ചെയ്തതിൻ്റെ പ്രത്യുപകാരമാണ് അദ്ദേഹത്തിന് ഈ കിഫ്ബിയുടെ തലപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൈവിട്ട് സഹായിച്ചതിൻ്റെ തലവേദന അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അദ്ദേഹം കൈവിട്ട് സഹായിച്ചത് KM മാണി സാറിനെ സഹായിച്ചിട്ടുണ്ട്. KM മാണി സാറിനെ കുഴി കൊണ്ട് ചാടിച്ചു അദ്ദേഹം. KM മാണി സാറിൻ്റെ മന്ത്രിസ്ഥാനം പോയതും അദ്ദേഹം കാരണമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ KM എബ്രഹാം രണ്ടാമത് ഇപ്പോൾ വീണ്ടും പിണറായിയുടെ ഗുഡ് ബുക്കിലേക്ക് വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഭരണകാലത്ത് പിണറായിയുടെ 2016 സർക്കാരിൻ്റെ കാലത്ത്, അല്ലേ, 2016 അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് തോമസ് ഐസക്കിന് ധനകാര്യ വകുപ്പിൽ തോമസ് ഐസക്കിന് ചില ഐഡിയകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന, അതായത് എനിക്കും നിങ്ങൾക്കും ബുദ്ധിയില്ല, തോമസ് ഐസക്കിന് മാത്രമേ ബുദ്ധിയുള്ളൂ, പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മാത്രമേ അറിയൂ, ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമേ അറിയുന്ന കാര്യമാണ് എന്ന ഒരു സ്വയം ബോധ്യമുള്ള അദ്ദേഹം, അങ്ങനെ ഒരു ബുജിയാണ്, ഒരു ജൂവായി കേട്ട് ബുജിയായി നടക്കുന്ന അദ്ദേഹത്തെക്കാൾ ബുദ്ധിപരമായ ആശയം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ പിന്നെ എന്താ പറയുക, ഈ ബോണ്ട്, മസാല ബോണ്ടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ആശാനാണ് KM എബ്രഹാം. അതുമാത്രമല്ല, തോമസ് ഐസക്ക് ധനകാര്യ വകുപ്പ് മന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷന് വഴിവിട്ട ചില കാര്യങ്ങളൊക്കെ ഈ എബ്രഹാം ചെയ്തിട്ടുണ്ട്. അതിലൂടെ നന്ദിയുണ്ട്. ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആരെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായി വഴിവിട്ട് സഹായിക്കുകയാണെങ്കിൽ പിണറായി വിജയനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി അവരെ സഹായിക്കുന്നത് പതിവാണ്. അത്തരത്തിൽ KM എബ്രഹാമിനെ
സഹായിച്ചിട്ടുണ്ട്. കെ എം എബ്രഹാം ഇവരെ സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യുപകാരമാണ് കിഫ്ബിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ കെ എം എബ്രഹാം കൂടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ്. അദ്ദേഹത്തെ പോലൊരു അതിബുദ്ധിമാൻ കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പിൽ തങ്ങളാരെങ്കിലും ഇരുന്നാൽ ഇനി വല്ല ഏണി ഏറ്റുപിടിക്കേണ്ടി വരുമോ എന്ന് ഇപ്പോൾ അവശേഷിക്കുന്ന ഈ സീനിയർ ലെവലിൽ ഇതിലേക്ക് മാറാൻ പേരുള്ള പലരുടെയും പേരുകൾ ഇതിൽ വരുന്ന ആരും തന്നെ ഏറ്റെടുക്കുന്നില്ല. എന്നാൽ ഒരു കള്ളന് അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കുന്നവർക്ക് ചില കള്ളന്മാർ കൂട്ട് നിന്നാലേ നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ CPM-നെ പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ പ്രയാസമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറയുന്ന പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് ദയവായി പറയൂ, ആ പേരുകൾ ആരെയൊക്കെയാണ്? സീനിയോറിറ്റി ലെവലിൽ ആരൊക്കെ പേരുകളാണ് കിടക്കുന്നത്? അതായത് സോമസുന്ദരം, KM എബ്രഹാം, മനോജ് ജോഷി, രാജേഷ് കുമാർ, ഇവരെല്ലാം നേരത്തെ ഉണ്ടായിരുന്നവരാ. അതെ, ചെയ്തൊക്കെ അങ്ങനെയുള്ള മോസ്റ്റ് സീനിയർ മോസ്റ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരെയാണ് തലപ്പത്ത് നിയമിക്കാറുള്ളത്. അപ്പോ ഇനിയുള്ള സാധ്യതകൾ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പോലെ വിശ്വനാഥ് സിൻഹ, ജ്യോതിലാൽ, പുനീത് കുമാർ, ദേവേന്ദ്ര കുമാർ, രാജൻ ഗോബ്രഗഡെ എന്നിവരാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായിട്ടുള്ളത്. ഇത് ദടാവത് ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. നിലവിൽ 3 IAS ഉദ്യോഗസ്ഥരാണ് ധനവകുപ്പിൽ ഉള്ളത്. ഇവർ താരതമ്യേന ജൂനിയർ ഉദ്യോഗസ്ഥരും ഒക്കെയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ആളുകളൊക്കെ അവിടെ ഉള്ളപ്പോൾ സാധാരണ ഒരു സീനിയർ മോസ്റ്റ് പദവിയിലേക്കൊക്കെ പോകാനായിട്ട് ഇടിപിടിക്കേണ്ട അതെ, ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ ധനവകുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തരത്തിലുമുള്ള ധനവകുപ്പ് മന്ത്രിക്ക് യാതൊരു തരത്തിലുള്ള ഒരു ബോധവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. റോളും ഇല്ല, ബോധവും ഇല്ല. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ധനവകുപ്പ് മന്ത്രിയാക്കി എന്ന് പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ പറയുന്ന പോലെ തോമസ് ഐസക്കിന്റെ ഭരണകാലത്ത് ആ സമയത്ത് ചെയ്യാനുള്ളതൊക്കെ പിടുങ്ങാനുള്ളതൊക്കെ ഈ പറയുന്ന പോലെ മസാല ബോണ്ടായിട്ടോ അതുമായിട്ട് ഇതായിട്ടോ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് എബ്രഹാം അതിന് കൂട്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാലഗോപാലിന് ഈ പറയുന്ന പോലെയുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കടത്തി വെട്ടുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക ഭാവനയും ദീർഘവീക്ഷണവും ഉള്ള ഏറ്റവും എന്താ പറയുക അട്ടയ്ക്ക് കണ്ണ് കണ്ടിട്ടുള്ള എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് അവിടെ വരണം. അപ്പോൾ ജയതിലകിന് ഒരു പരിധിയിൽ കൂടുതൽ മുഖ്യമന്ത്രിയെ അവിടെ സമാശ്വസിപ്പിക്കാനും മുഖ്യമന്ത്രിക്ക് വേണ്ട രീതിയിൽ ധനവകുപ്പിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും എങ്ങനെയെല്ലാം പണം പറയുന്ന പോലെ ഏകോപിപ്പിച്ച് കൊണ്ടുവരാമോ അതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് കൊണ്ടുവരുന്നില്ല, ഏകോപനം മാത്രമല്ല, അതായത് ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തുമ്പോൾ അത് പുറം ലോകം അറിയാതിരിക്കാൻ, അതായത് പുറം ലോകം അറിയാതിരിക്കാൻ എങ്ങനെയൊക്കെ കളിച്ചാൽ പറ്റുമെന്നുള്ള ഉപദേശമാണ് ഇവരെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവർ ചെയ്യുന്ന ഉപകാരം, ഇവർക്ക് ചെയ്യുന്ന ഉപകാരം. അത് ഒരു ഏകോപനമാണല്ലോ. ആ തരത്തിലുള്ള രീതിയിലില്ലെങ്കിൽ എല്ലാം ഇപ്പൊ ആ ഉദ്യോഗസ്ഥന് കൃത്യമായ രീതിയിൽ അത് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ ചോർന്നു പോകും. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും പറ്റിയ ആൾക്കാരെ അവർക്ക് കണ്ടെത്താൻ കഴിയും. പിന്നെ ഒന്നുകൂടി ഇതിനകത്തുണ്ട്, ടിങ്കു ബിസ്വാൾ എന്നൊരു IAS കാരിയുണ്ട്, അവരുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ കൊണ്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം എന്താണ്, ഈ മുഖ്യമന്ത്രിയുടെ 4ാം വർഷത്തെ അദ്ദേഹത്തിന്റെ വിളംബരം നടത്തിക്കൊണ്ട് അദ്ദേഹം യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണക്കിൽപ്പെടാത്ത കാശ് ഇദ്ദേഹത്തിന് വഴിമാറി ചെലവാക്കാനായി കൊടുത്തിരിക്കുന്നു. ഇത്തരത്തിൽ ഇനി ഒരു വേള ഇവർ ഭരണത്തിൽ വന്നില്ലെങ്കിൽ സർക്കാരിനുണ്ടായിരിക്കുന്ന അധിക ധനബാധ്യത എങ്ങനെ വരുന്ന മന്ത്രിസഭ അല്ലെങ്കിൽ വരുന്ന സർക്കാരിന് പറയാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനാകും ഈ വരാൻ പോകുന്ന, അതായത് ഇവർ വെക്കാൻ പോകുന്ന പുതിയ ധനകാര്യ വകുപ്പ് സെക്രട്ടറി എന്നുള്ളത് ആണ് ഇതിനകത്തെ ഏറ്റവും വലിയ ചോദ്യചിഹ്നം. അവർ പേടിക്കുന്നതും അത് തന്നെയാണ്. ഈ വരാൻ ഉദ്ദേശിക്കുന്നവർ പേടിക്കുന്നതും തങ്ങൾ എങ്ങനെ ഈ വഴിവിട്ട വരവ് ചെലവ് കണക്കുകൾ എങ്ങനെ ഇതിൻ്റെ ബാധ്യത തങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടി വരില്ലേ, തങ്ങൾക്കിനി തങ്ങളുടെ പെൻഷൻ ജീവിതം അല്ലെങ്കിൽ വിരമിച്ച ശേഷമുള്ള ജീവിതത്തിന് വിലങ്ങുതടിയാകുമോ എന്നാണ് ഈ വരാൻ മടിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ചിന്തിക്കുന്നത്.